ദൈവം എൻ്റെ ഹൃദയത്തിൽ ഈ വാക്യം നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതിനകത്ത് കർത്താവിൻ്റെ കൃപയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. നമുക്കെല്ലാം ഈ കൃപ എന്നൊക്കെ പറയാൻ ഭയങ്കര കൃപയാണ്. കൃപ പറയാൻ ഭയങ്കര സഭയാണ്. പ്രത്യേകിച്ച് തിരുവല്ലക്കാർക്കാണ് ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. അതൊരു കൂട്ടായ്മയിൽ ഒരു 25,000 നമ്മുടെ വേണേൽ അവർ പറഞ്ഞോളൂ കൃപ. വാസ്തവത്തിൽ കൃപ എന്താണെന്ന് ഇവർ ആസ്വദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃപ എന്താണെന്ന് ഇവർക്ക് അറിയാമോ എന്ന കാര്യത്തിൽ എനിക്ക് കൃപയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു സംശയം തോന്നി, ഇവർക്ക് കൃപ എന്താണെന്ന് അറിയാമോ എന്ന്. നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കേട്ട സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും എല്ലാം അതിനോട് അനുയോജിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. നമുക്ക് എടുക്കാം ഒരു വാക്യം. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഇന്ന് പകൽ കേൾക്കുക. ലഭിച്ച കൃപ വ്യർത്ഥമാകാൻ സാധ്യതയുണ്ട്. ലഭിച്ച കൃപ വ്യർത്ഥമാകാൻ ഓട്ടക്കളത്തിൽ ഓടുന്നെന്നുള്ളത് സത്യമാണ്. പക്ഷെ 2 കാരണത്താൽ തെറ്റിപ്പോവും. ആ 2 കാരണം കൃപയുടെ വിഷയത്തിലും ചൂണ്ടിക്കാണിക്കുക. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ട്രാക്ക് മാറി ഓടിയാലും രക്ഷയില്ല, പോയി. പിന്നെ ഓടുന്നത് കറക്റ്റ് ട്രാക്കിലാണെങ്കിലും അത് വ്യർത്ഥമാകാതെ നോക്കുകയും കൂടി വേണം. 2 കാര്യമുണ്ട്. കറക്റ്റ് ട്രാക്കിലാണ് ഓടുന്നത്. അപ്പോൾ ഈ ട്രാക്കും ഈ വിഷയവും നമുക്ക് വേറൊരു വാക്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. അപ്പോൾ ഈ കൃപയിലേക്ക് നമ്മളെങ്ങനെ പ്രവേശിച്ചേ? വിശ്വാസത്താൽ. ഓക്കെ, നമുക്കെല്ലാം കൃപയുണ്ടല്ലോ. കൃപയിലേക്ക് വന്ന 2 കൂട്ടരെ കുറിച്ച് പറയാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, ഈ കൃപയുടെ ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് വിശ്വാസത്താൽ. വിശ്വാസത്തിൻ്റെ ട്രാക്കിലൂടെ മാത്രമേ ഈ കൃപ ലഭിച്ചവന് ഓടാൻ പറ്റത്തുള്ളൂ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയുടെ ട്രാക്കിലോട്ട് കയറി പോകാൻ ആ പരിപാടിയെങ്കിൽ ഔട്ടാ. കൃപയിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഔട്ടായെന്നാ. പിടിയോ? ന്യായപ്രമാണത്തിന് ചിലരങ്ങനെ ഉണ്ട്. ഞാൻ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ 9 ദിവസം ഉപവസിച്ചു, അതുകൊണ്ട് ദൈവം എനിക്ക് വിടുതൽ തരും. 3 ദിവസം ഉപവസിച്ചതുകൊണ്ട് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ? ഞാൻ 3 ദിവസം ഉപവസിച്ചു. അതായത് ഞാൻ ചിലത് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യും? വാങ്ങും. അതാണല്ലോ ന്യായപ്രമാണത്തിൻ്റെ സിസ്റ്റം. അതാണല്ലോ ഈ പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ അനുസരിച്ചാൽ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കും, കന്നാലികളുടെ വേർവറപ്പെല്ലാം അനുഗ്രഹിക്കും. ഒക്കെയാ കർത്താവിന് ഒരു വാക്ക് വ്യത്യാസം. പക്ഷേ അതിൻ്റെ അടിയിലൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ഒരിടത്ത് നീ തെറ്റിയാലുണ്ടല്ലോ പറയുന്ന സകല ബാധയും. അപ്പം ഞങ്ങളുടെ നാട്ടുകാർ ഈ ന്യായപ്രമാണത്തിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ എൻ്റെ ദൈവത്താൽ തൻ്റെ വചനം പോലെ ഞാൻ ജപിക്കും, ഞാൻ കടം മേടിക്കത്തില്ല, കടം വാങ്ങത്തില്ല, കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പാടി. പക്ഷേ എല്ലാവരുടെയും വീട്ടിൽ ഏത് പ്രവാചകൻ ചെന്നാലും ഏത് പാസ്റ്റർ ചെന്നാലും ഒരു 5 മിനിറ്റിനുള്ളിൽ ആ വീട്ടിലെ അന്ധകാര ശക്തിയെ ശാസിക്കുന്നത് കേൾക്കാം. ആരാധനയോട് പോരാടുന്ന അന്ധകാര ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഭർഷിക്കുന്നു. അത് ചർച്ച ചെന്നാലും കേൾക്കാം, അവരുടെ വീടുകളിൽ ചെന്നാലും കേൾക്കാം. അപ്പം അതിനകത്ത് ഒരു പാസ്റ്റർമാർ കള്ളം പറയത്തില്ലെന്ന് അറിയാമല്ലോ. ഒരു പ്രവാചകനും കള്ളം പറയത്തില്ലല്ലോ. അപ്പോൾ ശാസിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അവിടെ ആരുണ്ട്? സകല ബാധൻ എല്ലാ ചർച്ചിലും ഉണ്ടെന്നേ. എവിടെ? തിരുവല്ലയിലെ കാര്യം പറഞ്ഞു, ഇവിടുത്തെ അല്ല. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പെന്തക്കോസ്റ്റ് ചർച്ചിലും ആരുണ്ട്? സകല ബാധയുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ വരുന്നത് തന്നെ വിടുതൽ ഏറ്റെടുക്കാനാണ്. അന്ധകാര ശക്തിയുടെ ബന്ധനത്തിൽ പോരിൽ നിന്ന് വിടുതൽ, ഇതിനകത്ത് വന്ന് വെളിയിൽ നിന്ന് വിടുതലേക്കാം, ഇതിനകത്ത് വന്ന് നിന്ന് വിടുതലേക്കാൻ പാടുപെടുക. വിടുതലേറ്റോ ഇല്ല. കഴിഞ്ഞ ആഴ്ച വിടുതലേറ്റ് പോയത്, ഈ ആഴ്ച വന്ന് എന്ത് ചെയ്യുക? വിടുതലേറ്റോണ്ടിരിക്കുക. എല്ലാ ആഴ്ചയും വന്ന് ശാസിക്കുന്നുണ്ട്. പക്ഷേ തഥൈവ അത് വീടുകളിൽ ചെന്നാലും കാണാം. വിഷയം ഇത്രയേ ഉള്ളൂ, ട്രാക്ക് തെറ്റി ഓടുന്ന പ്രശ്നം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ചിലതൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് 40 ദിവസം ഉപവാസ മാമാങ്കമൊക്കെ നടക്കും. പിന്നെ പല മാമാങ്കങ്ങളോട് നടക്കാറുണ്ട്. അങ്ങനെ പലതും ചെയ്ത് പലതും നേടാൻ പെടാപ്പാട് പെടുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് മറന്നുപോയി ട്രാക്ക് തെറ്റിയാണ് പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കുള്ള ട്രാക്ക് വിശ്വാസത്തിൻ്റെ ട്രാക്കാണ്. നാം ഈ കൃപയിലേക്ക് വന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ വിശ്വാസത്താലല്ലാതെ നമുക്ക് ഈ ട്രാക്കിൽ ഓടാൻ കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വല്ലതും നേടാം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്ന ഒരു തമ്പുരാൻ ഓടിക്കാണിച്ച ട്രാക്കിലൂടെ ഞാൻ നിങ്ങൾ ഓടുന്നത്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് പ്രവൃത്തി വേണ്ടെന്നല്ല, അത് വിഷയം പഠിപ്പിക്കാൻ പോയാൽ സമയം തീരും. അതുകൊണ്ട് ഞാൻ ചുരുക്കി അങ്ങോട്ട് പോവാം. നമ്മൾ കുറുവാക്യത്തിൽ വായിച്ചത് ഇതാണ്. നിങ്ങൾക്ക് കൃപയുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരുടെ മേലും എന്തുണ്ട്? പോകാൻ നേരത്ത് മാത്രമല്ല, ഇപ്പോഴും ഉണ്ടോ? അതെനിക്ക് വാക്യം കണ്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നി. മിക്ക സഭയിലും സഭായോഗം കഴിഞ്ഞ് പോകാൻ നേരത്ത് കൃപ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്നത്. വന്നപ്പോഴേ ഇവിടെ എഴുതി വെച്ചിരിക്കുക, കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അപ്പം നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? കൃപയോട് കൂടിയാണ് ഇരിക്കുന്നത്. എനിക്ക് ഒന്നേ പറയാൻ താല്പര്യമുള്ളൂ, അതിതാണ് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്ത് ചെയ്യല്ലേ? നിങ്ങളാരും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലോട്ട് പോകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്താലാണ് കൃപ ലഭിച്ചതെന്നും കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നേ നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളൂ, ലഭിച്ച കൃപ എന്ത് ചെയ്യരുത്? വ്യർത്ഥമാകരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യർത്ഥമാകരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? അർത്ഥശൂന്യമാകരുതെന്നും കൂടി അല്ലയോ? അങ്ങനല്ലേ? വ്യർത്ഥമാകരുതെന്ന് പറഞ്ഞാൽ അത് പ്രയോജനപ്പെടണം. അത് അർത്ഥമില്ലാതായി പോകരുത്, പ്രയോജനരഹിതമായി പോകരുതെന്നൊരു അർത്ഥം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൃപ ലഭിച്ചത് എന്തിനാണെന്നൊന്ന് അറിയണ്ടേ? എന്തിനാണ് നമുക്ക് കൃപ ലഭിച്ചേ?
നമുക്ക് കൃപ ലഭിച്ചത് എന്തിനാ? അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടുകാർ നമുക്കെതിരെ നടത്തുന്ന സകല ശുദ്രപ്രയോഗങ്ങളെയും ശാസിച്ച് ജയമെടുക്കാനാണോ? കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ 1ാം റാങ്കോടുകൂടി പാസ്സായി കയറി വരാനാണോ? എന്തിനാ കൃപ ലഭിച്ചെന്ന് അറിയണ്ടേ? ഞാൻ സമയം കളയുന്നില്ല, നേരെ നമുക്ക് പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. സ്വർഗത്തിൽ ഇരുത്തുമെന്നാണ് പറഞ്ഞേ, ഇരുത്തുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ നിലവിൽ എന്താ സ്ഥിതി? സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ആര്? കൃപ ലഭിച്ചവര് അല്ലേ? അങ്ങനെയാണെങ്കിൽ കൃപ ലഭിച്ചവരെ എന്തിനാണ് സ്വർഗത്തിൽ ഇരുത്തിയെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? ഒന്നുകൂടെ വായിച്ചു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ, സിമ്പിൾ, അതായത് കർത്താവിൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ നിങ്ങളിലൂടെ വെളിപ്പെടുത്തേണ്ടതിന്, പ്രദർശിപ്പിക്കപ്പെടേണ്ടതിന്, കാണിക്കേണ്ടതിന് നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. അപ്പൊ കൃപ ലഭിച്ചത് എന്തിനാന്ന് മനസ്സിലായോ? കൃപ ലഭിച്ചത് നമ്മളിലൂടെ പ്രദർശിക്കപ്പെടണം. പ്രദർശിക്കപ്പെട്ടില്ലെങ്കിലോ വ്യർത്ഥമായി. തന്നതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനവും ഇല്ല. അതാണ് വ്യർത്ഥമാകരുതെന്ന്. കറക്റ്റ് ട്രാക്കിലൊക്കെയാ, വിശ്വാസത്താലൊക്കെയാ പോകുന്നത്. പക്ഷെ പ്രയോജനപ്പെടേണ്ട സമയത്ത് ഇത് പ്രയോജനപ്പെടാതെ വരാൻ സാധ്യതയുണ്ട്. അതാണ് പറയാൻ വരുന്നത്. അപ്പം ഞാനൊരു 3 വിഷയം മാത്രം ചൂണ്ടിക്കുക. 3ാമത്തെ വിഷയം പറയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിൽ പലരും കൃപ ലഭിച്ചു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കാമോ? ഇവിടെ പ്രിയ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു, ആ അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ കൃപയുടെ പ്രത്യേകത മനസ്സിലായി. ക്യാൻസർ ആയിരുന്നു, ഡോക്ടർമാർ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. കൃപയാൽ എൻ്റെ കാല് മുറിച്ച് കളഞ്ഞില്ല എന്നല്ല സാക്ഷ്യം. ആണോ? ഞങ്ങളുടെ പ്രദേശത്ത് പലരും സാക്ഷി അങ്ങനെയാണ്. ബസ്സിലിങ്ങനെ പോവുകയായിരുന്നു, ബസ് പെട്ടെന്ന് കൈ തെറ്റി, ഡ്രൈവർ നേരെ വണ്ടിയുമായിട്ട് കൊക്കയ്ക്കകത്ത് പോയി. 60ഓളം യാത്രക്കാർ ഞങ്ങളെ ബസ്സിനകത്തുണ്ടായിരുന്നു. എല്ലാവരുടെയും കൈയും കാലും ഒടിഞ്ഞു. കൃപയാൽ എൻ്റെ ദേഹത്തൊരു പോറൽ പോലും പറ്റിയില്ല. ഇതാണ് മിക്കവാറും സാക്ഷ്യം. ഭയങ്കര കടുപ്പമായിരുന്നു പരീക്ഷ. കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോലും ഭയങ്കര പനിയായിരുന്നു. ജയിക്കുമെന്ന് കരുതിയതേ അല്ല. കൃപയാൽ എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് ക്ലാസ് ജയിച്ചു. വേറൊരു കുഞ്ഞിൻ്റെ അമ്മയുടെ സാക്ഷിയാണ് അറിയോ? എൻ്റെ കുഞ്ഞ് കഷ്ടിച്ച് ജയിച്ചു. അഡ്മിഷൻ കിട്ടുമെന്ന് കരുതിയതേ അല്ല. വലിയ വലിയ ശുപാർശകളൊക്കെ ഉണ്ട്. കൃപയാൽ എൻ്റെ കുഞ്ഞിനവിടെ. ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ജഡത്തിൻ്റെ മോഹം, അവരുടെ ഹൃദയത്തിൻ്റെ മോഹം, അല്ലെങ്കിൽ ലോകം വിവക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ, ലോകമനുഷ്യരോട് നിങ്ങൾ അനുരൂപപ്പെടുന്നത്. ആരോ പ്രാർത്ഥിച്ചായിട്ട് എനിക്ക് തോന്നുന്നു, കർത്താവെ ബുദ്ധിയുള്ള ആരാധനയെക്കുറിച്ച് റോമലേഖനം എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആ പ്രാർത്ഥന ആരോ പ്രാർത്ഥിച്ചാൽ എൻ്റെ കേൾക്കാത്തൊന്ന് പോയെന്ന് കേട്ടു. തൊട്ടടുത്ത വാക്യം, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ, അങ്ങനെ വാക്യം കൊണ്ട് ആ വാക്യത്തോട്ട് നമ്മൾ പോകണ്ട. അപ്പം നമ്മൾ പലപ്പോഴും കൃപ എന്ന് പറയുന്ന വിഷയത്തിൽ നാട്ടുകാരോട് അനുരൂപപ്പെടുക. അവരെന്തിനെയാണോ കൃപ എന്ന് കണക്കാക്കിയത് അതിനെയാണ് നമ്മൾ കണക്കാക്കിയത്. അവിടെ നമ്മൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. കർത്താവ് നമുക്ക് തന്ന കൃപ പ്രയോജനരഹിതമാകും. ലോട്ടറി അടിച്ചിട്ട് തുള്ളിച്ചാടുന്നവനെ കണ്ടാൽ വലിയ അത്ഭുതമൊന്നും തോന്നത്തില്ല. അവൻ തുള്ളിച്ചാടിയത് എന്തിൻ്റെ പേരില്ല? ലോട്ടറി അടിച്ചതിന് പേരില്ല. മുഴുവൻ കടക്കാടവും നഷ്ടപ്പെട്ട് മുഴുവൻ കത്തി ചാമ്പലായി കഴിയുന്നവൻ തുള്ളിച്ചാടുന്ന രംഗം കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? വട്ട് പിടിച്ചവനാന്ന് പറയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ എൻ്റെ ദാസനേക്ക പോലെ ഭോഷം വേറെ ആരുള്ളത്. മനസ്സിലായോ? കാല് നഷ്ടപ്പെട്ട അമ്മാമ സ്റ്റെയർ കേസ് കയറി 3ാം നിലയുടെ മണ്ടയ്ക്ക് കയറി കൂട്ടായ്മ മുടക്കാതിരുന്നെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മനസ്സിലായോ? വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ടും. അപ്പം ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാം. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചേ, കൃപയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പലരും ഹൃദയത്തിൽ ചിന്തിച്ചതൊന്നുമല്ല കൃപ. എന്താ ദൈവകൃപ? ദൈവകൃപ ലഭിച്ചിട്ടുള്ള ദൈവഭൃത്യന്മാരെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഞാനൊരു 3 അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറയാം. വളരെ വേഗത്തിൽ നമുക്ക് പോകാം. 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ മെക്കദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഒരു സഭയും പ്രാർത്ഥിച്ച് ഞാൻ കണ്ടിട്ടില്ല, കർത്താവേ ആ കൃപ ഞങ്ങളുടെ സഭയ്ക്കും തരണേന്ന്. കാരണം അത് ഇച്ചിരി പ്രശ്നമുള്ള കൃപയാണ്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നത് ദൈവകൃപയെക്കുറിച്ചാണ്. കറക്റ്റ് ട്രാക്കിലാണോ ഓർത്തോണം. നിങ്ങൾ ആ ട്രാക്കിലൂടെ ദൈവം നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് പ്രയോജനപ്പെടാതെ പോയോ എന്നുള്ള പരിശോധിക്കേണ്ടത്. ഈ ട്രാക്കിലൂടെ തന്നെ നിങ്ങളെ നടത്തിയിട്ടില്ല, ഇനി നടത്തിയിട്ടുള്ളവരും ഓർത്തുകൊള്ളുക, അത് കൃപയാണെന്ന് മറ്റുള്ളവന് ബോധ്യപ്പെട്ടായിരുന്നു എന്ന്. മെക്കദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയുടെ പ്രത്യേകത പറയാമോ? വായിച്ചോ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, അതാ കൃപ. കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്ത് സമൃദ്ധിയോടെ ഒരു സംഗതിയുണ്ട്. എന്തെന്നറിയാവോ? സന്തോഷം. ഉണ്ടായിട്ടുണ്ടോ? ഇത് കൃപ ലഭിച്ചവൻ്റെ ജീവിതത്തിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ ജ്ഞാനത്തിന് പറ്റത്തില്ല. ആർക്കും അഭിനയിച്ച് കാണിക്കാം. ഞാൻ പറയാം, അന്യഭാഷ അഭിനയിക്കാൻ പറ്റും, പ്രവചനം അഭിനയിക്കാൻ പറ്റും, ഭക്തനാണെന്ന് അഭിനയിക്കാൻ പറ്റും, പാസ്റ്റർ വേഷം കെട്ടാൻ പറ്റും. അങ്ങനെ പാസ്റ്റർ വേഷം കെട്ടി അഭിനയിച്ച് അഭിഷേകം പ്രാപിച്ചവരുടെ ഒക്കെ പുറംമൂടി കർത്താവ് ഈ നാളുകളിൽ പൊളിച്ചുകൊണ്ടിരിക്കുക. അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാം. പക്ഷേ ഈ സംഗതി അഭിനയിക്കാൻ പറ്റത്തില്ല. ഇത് വെഞ്ഞാറമ്മൂട്, എന്തോ അങ്ങനെ പേര്, സുരാജ് വെഞ്ഞാറമ്മൂട്, അയാളെക്കാട്ടി വലിയ കലാകാരന്മാർ വന്നാലും അഭിനയിക്കാൻ പറ്റത്തില്ല. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അഭിഷേകം പ്രാപിച്ച അന്നേ ദിവസം, എന്നാ അഭിഷേകം പ്രാപിച്ചെന്നറിയാം ജനം? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലല്ലേ? അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എൻ്റെ ദൃഷ്ടിപ്പെട്ടത് അന്യഭാഷയല്ല കേട്ടു. അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം താഴോട്ട് വരുമ്പോൾ കാണുന്ന സകലതും പൊതുവകയെന്ന് എണ്ണിയെന്ന്. അത് നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ടോ? പെന്തക്കോസ്ത് നാളിൽ അങ്ങനെ ഒരു മിറക്കിൾ നടന്നായിരുന്നു. വായിച്ചിട്ടില്ലേ? അതോ അന്യഭാഷ മാത്രമേ കണ്ടുള്ളൂ?
നിർഭാഗ്യവശാൽ നമ്മളെ പലരും അങ്ങനെ ശ്രദ്ധിപ്പിച്ചുള്ളൂ. അവിടെ കൊണ്ട് നമ്മുടെ ശ്രദ്ധ അവസാനിച്ചു. നമ്മൾ ട്രാക്കിൽ നമ്മൾ ഇടത്തും വലത്തും പറയുന്നവന്റെ ശബ്ദം കേട്ടല്ല ഓടേണ്ടത്, തിരുവഴുത്തിലൂടെ തന്നെ ഓടണം, എങ്കിലേ എവിടെ എത്തത്തുള്ളൂ, ബിരുദ പ്രാപിക്കും. അപ്പം ശ്രദ്ധിക്കുക, മക്കെദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയുടെ പ്രത്യേകത, കഷ്ടത എന്ന കഠിന ശോധനയുടെ നടുവിലും അവർ സമൃദ്ധിയോടെ സന്തോഷിക്കുന്നുണ്ട്. അടുത്തൊന്ന് വായിച്ചേ. മഹാദാരിദ്ര്യത്തിലും ധാരാളം. നമുക്കൊക്കെ ഔദാര്യം പലതും കേൾക്കുമ്പോൾ പലരെയും സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കൈ വേണ്ടേ. എൻ്റെ കൈ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. ഇതാ നമ്മുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഉണ്ടെങ്കിൽ കൊടുക്കാൻ മിടുക്കന്മാരാ. പക്ഷെ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ, കൃപ ലഭിച്ചവൻ്റെ പ്രത്യേകത കണ്ടോ, ദാരിദ്ര്യത്തിലും ഇച്ചിരി ഔദാര്യമല്ല. അതെങ്ങനെ പറ്റും? അത് കൃപ ലഭിച്ചവനെ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ ഒരു വിഭാഗത്തിനും പറ്റത്തില്ല, ലോകത്തിൻ്റെ ഒരു സംഘടനയ്ക്കും പറ്റത്തില്ല, ലോകത്തിൻ്റെ ഒരു ജ്ഞാനത്തിനും പറ്റത്തില്ല. ദൈവകൃപയുടെ പ്രത്യേകത മറ്റാരിലും വെളിപ്പെടാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ വാക്ക് പറയട്ടെ, കഷ്ടതയുടെ കഠിന ശോധനയ്ക്കകത്ത് ഇത് ശാപമാണ്, ബന്ധനമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ശാസിച്ച് കൃപ കൃപ പറഞ്ഞ് മെനക്കെട്ടിരുന്നപ്പം വ്യർത്ഥമായത് എന്നാണെന്നറിയാമോ? നിന്നിലൂടെ നിന്റെ അയൽവാസികൾ കാണേണ്ട ആ മഹത്വമുണ്ടല്ലോ, അത് വ്യർത്ഥമായിപ്പോയി. ആ സമയം മുഴുവൻ നീ എന്ത് ചെയ്തു? സന്തോഷിക്കേണ്ടതിന് പകരം ഇത് മാറിക്കിട്ടേണ്ടതിനായിട്ട് ശാസിച്ചുകൊണ്ടിരുന്നു. നീ അറിഞ്ഞില്ല ഇതിൽ സന്തോഷിച്ചിരിക്കാനുള്ള കൃപ നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെന്ന്. നീ ശ്രദ്ധിച്ചില്ല, ആ കൃപയാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. കഷ്ടതയുടെ കഠിന ചോദനയ്ക്കകത്തോട്ട് നിന്നെ കയറ്റുന്നതിന് മുമ്പേ അതിനെ സഫർ ചെയ്യാൻ ആവശ്യമായ ദൈവശക്തി നിന്റെ മേൽ പകർന്നിട്ടാണ് നിന്നെ അതിനോട്ട് നടത്തിയത്. നിർഭാഗ്യവശാൽ അത് പഠിക്കാതെ പോയതുകൊണ്ട്, ആ തിരുവഴുത്തും ദൈവശക്തിയും അറിയാതെ പോയതുകൊണ്ട്, ആ സമയം അത്രയും അത് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ടേയിരുന്നു. ഇത് ദൈവകൃപയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അതിൽ നീ ആനന്ദിച്ചിരുന്നെങ്കിൽ, നിന്നിലൂടെ അത് പ്രദർശിക്കപ്പെട്ടേനെ. അതാണ് 2 എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. കർത്താവിന്റെ കൃപയുടെ അത്യന്ത ധനത്തെ നിങ്ങളിലൂടെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനാ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ പ്രയോജനപ്പെടാതെ പോയി. ഇനി അത് തിരുത്തണം കേട്ടോ, ബിരുദനായി ഓടണം. ഇനി അത് തിരുത്തണം. ഇനി നീ കഷ്ടതയിലൂടെ പോയാൽ തമ്പുരാൻ അറിയാതല്ല പോകുന്നത്. കാലൊന്നല്ല, ഇനി 2 മുറിച്ച് കളഞ്ഞാലും തമ്പുരാൻ അറിയാതല്ല പോകുന്നത്. 2 കാലും ഇല്ലെങ്കിലും മുട്ടിലിരുന്നു കൊണ്ട് സ്തുതിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയണമെങ്കിൽ ദൈവകൃപ വേണം. അതാ ഞാൻ കേട്ട സാക്ഷ്യം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇതാ കൃപ. അവിടെയാണ് നിങ്ങളത് അർത്ഥപൂർണ്ണമാക്കി തീർത്തത്. ആദ്യം ദൈവദാസൻ അർത്ഥപൂർണ്ണമായ സാക്ഷ്യത്തെ ഉയർത്തി കാണിച്ചപ്പോൾ ഇത് ലോകം കാണുകയാണ്. ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്യാൻസർ മാറി, രോഗം മാറി, ഒക്കെ ആയി കഴിയുമ്പോൾ തുള്ളുന്നതല്ല, മരണത്തിന്റെ മുമ്പിലും തുള്ളിച്ചാടുന്നതാണ്. സ്തോത്രം. 2-ാമത്തെ പോയിന്റിലോട്ടൊന്ന് പോകാം. നേരെ നമുക്ക് വിടാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന് 9-ാം വാക്യം. പൗലോസ് അപ്പസ്തോലന്റെ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൗലോസ് അപ്പസ്തോലൻ പറയാണ്, 3-ാം സ്വർഗത്തോളം ഒക്കെ എടുക്കപ്പെട്ടു, ഒത്തിരി കാര്യങ്ങളൊക്കെ കിട്ടി. ആളിപ്പം ഭയങ്കര ഉപദേഷ്ടാവും പഠിപ്പീരുകാരനും ഒക്കെയാണ്. ഒരുപാട് പേരെ പഠിപ്പിക്കുന്നു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പഠിപ്പിക്കുന്നു, വളരെ കൃത്യതയോടെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് കൃത്യമായി പൗലോസ് പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാൻ പത്രോസിനോട്ട് കഴിഞ്ഞിട്ടുമില്ല. വളരെ കൃത്യമായി തെസ്സലോനിക്ക ലേഖനം 1-ഉം 2-ഉം ലേഖനങ്ങളിൽ കർത്താവിൻ്റെ വരവ്, അവിടെയാണ് ഞങ്ങൾ ഈ ട്രാക്ക് മാറി പോവാണെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. എന്നിട്ട് നേരെ ഓടിൻ്റെ ട്രാക്കിലൂടെ ഓടാൻ തീരുമാനമെടുത്തതും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, അതൊന്നും മാറിക്കിട്ടേണ്ടതിനായി അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞേ, 3 വട്ടം പ്രാർത്ഥിച്ചു. നമ്മുടെ കൂട്ട് 30 വട്ടം പിടിച്ചു വെച്ച് പ്രാർത്ഥനയൊന്നുമില്ല കേട്ടോ. 30 ദിവസം ഒന്ന് ഉപവസിക്കാൻ 3 വട്ടം പ്രാർത്ഥിച്ചുള്ളൂ. ആശാൻ ഉറപ്പുണ്ട് ഞാൻ ആയിരിക്കുന്നത് അവൻ്റെ കൃപയിലാണെന്ന്. അതുകൊണ്ട് 3-ാമത്തെ പ്രാർത്ഥനയ്ക്ക് അത് കൃത്യമായിട്ട് കാര്യം ബോധ്യപ്പെട്ടു. 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ വാക്കെന്നറിയോ? അതാ കൃപ ലഭിച്ചവൻ്റെ സാക്ഷ്യമായി ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ. നിങ്ങൾ പിന്നീട് വായിച്ച് നോക്കിയാൽ താഴോട്ട് അദ്ദേഹം കൃപ തനിക്കുണ്ടെന്നുള്ള സത്യം ബോധ്യപ്പെട്ടപ്പോൾ, എൻ്റെ കൃപ നിനക്ക് തരാമെന്നല്ല പറഞ്ഞ്, എൻ്റെ ശക്തിയും എൻ്റെ കൃപയും നിൻ്റെ മേൽ ഉണ്ട്, അത് മതി നിനക്ക്. മനസ്സിലായോ? ഇത് നമ്മൾ കഷ്ടത്തിലും പ്രശ്നത്തിലും ആയപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു തരാൻ ആളില്ലാതെ പോയി. അവിടെ ശ്രദ്ധിച്ചില്ല, ആ സംഗതി പ്രയോജനപ്പെടാതെ അവിടെ ഇരുന്ന്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പൗലോസിന്റെ സാക്ഷി, ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞ പൗലോസിന്റെ സാക്ഷി എന്നറിയാമോ? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഞെരുക്കം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഏതെങ്കിലും അഭിഷിക്തർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ ഞെരുക്കം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. കഷ്ടത, ബുദ്ധിമുട്ട്, കയ്യേറ്റം എന്നിവ സഹിക്കാൻ മതി. മതി മതി മതി, സമയം പോകുന്നു. ഇവിടെ ഇന്ന് കഷ്ടത, കയ്യേറ്റം, ഞെരുക്കം, ഉപദ്രവം ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? വിടുതൽ കിട്ടാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു. വിടുതലിൻ ശുശ്രൂഷ എന്ന് പറഞ്ഞ ബാനർ കിട്ടിയ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനൊക്കെയാണ്? കഷ്ടത്തിൽ നിന്ന് വിടുതൽ, ഞെരുക്കത്തിൽ നിന്ന് വിടുതൽ. അല്ലേ വേണ്ടേ? അങ്ങനെ വിടുതൽ കിട്ടുന്നതാണ് കൃപയെന്ന് തെറ്റിദ്ധരിച്ച് ട്രാക്ക് മാറി ഓടിക്കൊണ്ടിരിക്കുക. ഈ ട്രാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞെരുക്കം സഹിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇഷ്ടത്തോടെ ആയിരിക്കും. ഇവിടെ ഇടുന്നുണ്ടോ? ഞെരുക്കം സഹിക്കാൻ ഇഷ്ടമുള്ളവനാക്കി നിന്നെ മാറ്റുന്ന ദൈവകൃപ. അതാ ദൈവകൃപയുടെ പ്രത്യേകത. ഞെരുക്കം, കഷ്ടത, കയ്യേറ്റം, ബുദ്ധിമുട്ടൊക്കെ സഹിപ്പാൻ ഇഷ്ടമാകുന്ന നിലയിലേക്ക് നിന്നെ നയിക്കുന്ന ദൈവകൃപ. ഈ കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കഷ്ടം വരുമ്പോൾ പിറുപിറുക്കുക, സങ്കടം വരിക, കാരണം അന്വേഷിക്കുക, പിന്നെ നമ്മൾ വിടുതൽ തരാമെന്ന് പറയുന്നവരുടെ പുറകെ ഓടുക. എന്നിട്ട് ഈ കഷ്ടത്തിന് വല്ല കുറവുണ്ടോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരുപാട് അബദ്ധങ്ങളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ അടുത്ത ഒരു പോയിന്റിലൂടെ വേഗത്തിൽ പോകാം. തീത്തോസിന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിട്ടുണ്ട്. ഉദിക്കുമെന്നല്ല, ഉദിച്ചുവല്ലോ. കൃപ ഉദിച്ചു നിൽക്കുകയാണ്.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? തേജസ്സുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്? അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ അടുത്തത് ഭക്തി, 1, 2, 3 എണ്ണിക്കണം. ഭക്തികേട്, പ്രപഞ്ചമോഹം വർജിക്കണം. ഇത് രണ്ടും എന്ത് ചെയ്യണം? ഭക്തികേടും. നമ്മുടെ ഭക്തി തന്നെ പ്രപഞ്ചമോഹം സബലീകരിക്കാൻ വേണ്ടി അല്ലയോ പലപ്പോഴും? കിട്ടുന്നുണ്ടോ? നമ്മുടെ പല പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്സാഹം ഉണ്ടാകുന്ന എന്ത് കാര്യത്തില? നമ്മുടെ ചില മോഹങ്ങളുടെ സഫലീകരണത്തിന് പ്രാർത്ഥനയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാവും. പക്ഷേ ആ മോഹം ഏത് മോഹമാ? പ്രപഞ്ചത്തിലെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയാ. കുഞ്ഞിന് റാങ്ക് കിട്ടുന്ന ഊസിക്കുക പ്രപഞ്ചമോഹം അല്ലയോ? ആണോ? പ്രപഞ്ചമോഹം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? വർജിക്കണം. വർജിക്കാന്ന് പറഞ്ഞാൽ വിടുക, ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും വിടുക. ഇത് ഇച്ചിരി കട്ടിയാ, എല്ലാവർക്കും ഡൈജസ്റ്റ് ആകുന്നൊരു സംഭവം അല്ല ഇത് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നീട് ഫോണിലെന്നല്ല, ഈ വഴിയെ പോടെ പോയാൽ പോലും എന്നെ തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. എന്നാലും കർത്താവിന് ദാസനുണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ പറയുകയാണ്. ഇതാണ് സത്യം. ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അതാരാ? ആരെ ശിക്ഷിച്ചു വളർത്തുന്നേ? കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കൃപ എന്ത് ചെയ്യും? ശിക്ഷിച്ചു വളർത്തും. എന്തിനാ ശിക്ഷിക്കുന്നേ? ചില കാര്യങ്ങൾ കയറി കൂടിയാൽ അത് വർജിക്കാനുള്ള പരിപാടി ഈ കൃപ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പുറത്തെ പാസ്റ്റർക്ക് BMW കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അപ്പോൾ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം, എനിക്കും എന്ത് വേണം? കാറ് വേണം. ഞാനും അതുകൊണ്ട് ഈ സേവ് ചെയ്ത് ആ കാറ് മേടിക്കാൻ 28 ലക്ഷം രൂപ 30 ലക്ഷം രൂപ വിലയാണ്. എല്ലാം റെഡിയാക്കി പ്രാർത്ഥിച്ച് എല്ലാം റെഡിയായി. തക്ക സമയമായപ്പോൾ സ്കൂട്ടറിൽ നിന്ന് ഉരുണ്ട് വീണ് കാല് പഴുത്ത് വ്രണമായി. അവസാനം അത് മുറിച്ച് കളഞ്ഞ് ഈ സമ്പാദിച്ചു വെച്ച സമ്പാദ്യം മുഴുവൻ എന്ത് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി എന്നിരിക്കട്ടെ. എന്തായിരിക്കും നമ്മൾ പറയുക? ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര ബന്ധം. പിന്നെ പരിപാടി എന്നാ? ഈ വീഴ്ചതിനെയും ഈ കാലിന് കാശ് കളയുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളെ ശാസിക്കില്ല. വാസ്തവത്തിൽ നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പ്രപഞ്ചമോഹം എൻ്റെ ഉള്ളത്തിൽ കയറിയപ്പോൾ പ്രപഞ്ചമോഹിയായി പോകാതിരിക്കേണ്ടതിന് തമ്പുരാൻ എനിക്ക് തന്ന പണിയാണ്. തമ്പുരാൻ എന്നെ ശിക്ഷിച്ചിട്ട് എന്നെ പ്രപഞ്ചമോഹത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെല്ലാം ചോർത്തി എന്നെ കർത്താവിൻ്റെ ട്രാക്കിലൂടെ നടത്താൻ വേണ്ടി അവൻ എൻ്റെ വഴിയടയ്ക്കുകയാണ്. ആ സാധ്യത, ആ ബന്ധങ്ങൾ, ആ കൂട്ടുകൾ, ആ ബന്ധുത, അല്ലെങ്കിൽ ആ ജോലി, അല്ലെങ്കിൽ ആ സമ്പാദ്യം, അല്ലെങ്കിൽ ആ കരുതൽ, അല്ലെങ്കിൽ ആ ചിന്ത എന്നെ തടസ്സപ്പെടുത്തുന്ന കാര്യമായി. ഏതിനാ? എൻ്റെ കർത്താവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്വഭാവത്തിന് തടസ്സമാണ്. ഞാൻ വേറെ എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്ന അളവിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതറിഞ്ഞിട്ട് തമ്പുരാനെ വഴി അടച്ചത്. തമ്പുരാനെ നന്ദി, നിന്റെ ശിക്ഷയ്ക്ക് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 12 മണിയെ ഒരൊറ്റ പോയിന്റോടെ, നിങ്ങളുടെ അനുവാദത്തോടെ ഒരൊറ്റ പോയിന്റോടെ, ഈ ഞങ്ങൾ പലരും ഈ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് പലരും പറയുന്നത് എന്നറിയാമോ? ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന. നിങ്ങൾ ഒന്ന് നോക്കിയേ, 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല കഷ്ടങ്ങളും, അങ്ങനല്ലേ? കഷ്ടങ്ങളിലും ഉപദ്രവങ്ങളിലും, ഈ കഷ്ടങ്ങളിലും ഉപദ്രവങ്ങളിൽ എന്തോ വേണം? സഹിഷ്ണുതയും വിശ്വാസവും. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിങ്ങളിൽ വ്യാപരിച്ച സഹിഷ്ണുതയുണ്ടല്ലോ, അത് എന്തിൻ്റെ അടയാളമാണെന്നറിയാമോ? നിങ്ങൾ പ്രവേശിപ്പാനിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യരായി എണ്ണുന്നു എന്നുള്ള ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയുടെ അടയാളമാണ്. മഹാകഷ്ടം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഘം നിവർന്ന് നിന്നിട്ട് പറയാ, ദൈവജനത്തിന് ഒരു കഷ്ടവുമില്ല, ദൈവസഭ കഷ്ടത്തിലൂടെ പോകത്തുമില്ല. അതിനു മുമ്പേ ദൈവസഭയെ കർത്താവ് ഇവിടുന്ന് ആരും കാണാതെ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്ന അങ്ങനെ പറഞ്ഞ് പ്രത്യാശിച്ചിരിക്കുക പല പുള്ളികളും. കഷ്ടതയെന്ന് എഴുതി കാണുമ്പോൾ തന്നെ അസ്വസ്ഥതയാണ്. കഷ്ടതയെന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിച്ച് ശീലിച്ചവരെ സംബന്ധിച്ച് മഹാകഷ്ടത്തിലൂടെ ദൈവത്തിൻ്റെ സഭ കടന്നു പോകുമെന്നും ആ കഷ്ടത എന്തിൻ്റെ അടയാളമാണെന്നറിയാമോ? അവർ പ്രവേശിപ്പാനിരിക്കുന്ന ദൈവരാജ്യത്തിന് അവരെ യോഗ്യരായി എണ്ണുന്നു എന്നുള്ള ദൈവത്തിൻ്റെ അടയാളമാണെന്ന് വ്യക്തമായി എഴുതിയ വാക്യത്തെ മറച്ചു പിടിച്ചിട്ട് കഷ്ടത ശാപമാണെന്നും ബന്ധനമാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഒപ്പം ഓടാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറിച്ച് തിരുവെഴുത്തിൻ്റെ ഉറപ്പ് പ്രാപിച്ച് വിശ്വാസത്താല ഞാൻ കൃപയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ അറിയുന്നു, അവനിലുള്ള വിശ്വാസത്തിൽ. അവൻ്റെ കൃപ എൻ്റെ മേലുണ്ട്. ആ കൃപ അവസാനത്തോളം എന്നെ പരിപാലിക്കുമെന്ന ഉറപ്പ് ഈ കൃപയിൽ ഞാൻ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ നേരെ വരുന്ന കഷ്ടമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ഞെരുക്കമാകട്ടെ, രോഗമാകട്ടെ, സകലതും അവൻ അറിഞ്ഞു മാത്രമാണെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അതിൽ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കേണ്ടതിന് അവൻ്റെ കൃപ എൻ്റെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. ലോകത്തൊരു മനുഷ്യനും കഴിയാത്ത കാര്യം ദൈവഭക്തന്മാർ കാട്ടിത്തന്ന മാർഗം. അതേ കഷ്ടതയിലും ഞെരുക്കത്തിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കൃപ എന്താണെന്ന് ലോകം കണ്ടത് ഇവ മാറിയിട്ട് തുള്ളിച്ചാടുന്നവരെ കാണിച്ചോണ്ടല്ല, ഇവയ്ക്കകത്ത് തുള്ളിച്ചാടി സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നവരെ ചൂണ്ടിക്കാണിച്ച്. ഇതാണ് ദൈവകൃപ. അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസരം തന്ന കർത്താവിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.